കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ടി.വി. മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി.കെ. ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. ഏതായാലും അവര് ശ്രീകുമാരിക്ക് ആ വീട് സ്വന്തം വേണം എന്നുള്ള ആഗ്രഹം തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞേ. അച്ഛനും അമ്മയും ഞാൻ നോക്കിയതാണ്. അച്ഛനും അമ്മയോട് അത്രയും സ്നേഹമുണ്ട്. അവരെ അടക്കിയ മണ്ണ് എനിക്ക് വേണം. സമ്മതിച്ചു. നല്ലൊരു സ്വഭാവമാണ്, നല്ല ക്യാരക്ടറാണ്. ആ അച്ഛനും അമ്മയോടുള്ള സ്നേഹം സമ്മതിച്ചു. പക്ഷെ അപ്പൊ ആ ശ്രീകുമാരി ബാക്കിയുള്ളവർക്കുള്ള ഓഹരി കൊടുക്കാൻ തയ്യാറാവും. അതേ ഞാൻ പറയുന്നുള്ളൂ. 10 പേരുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഭാഗം വേണം എന്ന് ഒരാൾ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗിക്കാൻ അത് വേണ്ട. നമുക്ക് എല്ലാവർക്കും നല്ല നിലയ്ക്ക് പോവാം എന്ന് കാരണവന്മാരൊക്കെ ഇരുന്ന് നല്ല നിലയ്ക്ക് പോയി നല്ല നിലയ്ക്ക് പോവുകയാണെങ്കിൽ സമ്മതിച്ചു. ഇല്ലെങ്കിൽ ഭാഗം വെച്ചേ പറ്റൂ. ആ ഭാഗം വെക്കുമ്പോൾ അവർക്ക് ആ വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ വില കെട്ടണം. കോടതിയിൽ ആ വില കെട്ടി കോടതിയിൽ അവർ പൈസ അടയ്ക്കട്ടെ. ശ്രീകുമാരി ഇല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർ പറഞ്ഞ പോലെ നിങ്ങൾ പൊതുലേലത്തിന് വെച്ച് ആ വീട് ഏത് പൈസയ്ക്ക് പോകുന്നോ, 3-4 ലക്ഷം ഉറുപ്പ്യ വിലയുള്ള വീടിന് ചിലപ്പോൾ 1-2 ലക്ഷം ഉറുപ്പ്യ കിട്ടുള്ളൂ. ഇങ്ങനെ പോയാൽ മര്യാദയ്ക്ക് നിങ്ങൾ 4 പേരും കൂടെ സഹകരിച്ച് അത് നല്ല വിലയ്ക്ക് വിറ്റ് പാകം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ചെടുക്കുന്നതിന് പകരം കോടതി മുഖാന്തരേനെ പോയാൽ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കേണ്ടി വരും. ഏറ്റവും വില കുറയും. അപ്പോൾ നല്ലോണം വില കുറയും. പൊതുലേലത്തിന് വെച്ചാൽ നല്ലോണം വില കുറയും. നമ്മൾ വിചാരിക്കും ലേലത്തിന് വെച്ചാൽ വില കുറയും. ഒന്നും നടക്കണ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നല്ല നിലയ്ക്ക് ശ്രീകുമാരിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് വിൽക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഈ പറഞ്ഞ ഒരാഴ്ച സമയം, അതെ ഒരാഴ്ച സമയം തരാം. ആ ഒരാഴ്ച സമയം കൊണ്ട് ശ്രീകുമാരിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുക്കും. ഇതിലെന്തെങ്കിലും ഒരു കോംപ്രമൈസ് വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോയിട്ട് കോടതിയിൽ ഞങ്ങൾക്ക് ഭാഗത്തിന് പൈസ വേണം എന്ന് പറയും. അതിപ്പോൾ അവരാരും വിൽക്കാൻ നേരല്ല, ഞങ്ങൾക്ക് പൊതുലേലത്തിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം വേണം എന്നും പറഞ്ഞ് വക്കീലിനെ കൊണ്ട് കേസ് കൊടുക്കുക. അതിന് പുറമെ ഈ പറഞ്ഞ പോലെ വേറെ ഒരു ഇതും കൂടെ പറഞ്ഞില്ലേ നമ്മൾ, അതെ അവിടെയും ഈ പറഞ്ഞ പോലെ ലെറ്റർ കൊടുക്കുക. ലീഗൽ സർവീസസ് അതോറിറ്റി ചെയ്യുന്ന മഹത്തായ ഒരു പ്രവർത്തനമുണ്ട്. അത് എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ഉണ്ടാക്കിയത്. അതിൻ്റെ കീഴിലുള്ള എല്ലാ ഇതിലൊക്കെയും താലൂക്ക് ലെവലിലുണ്ട്, ജില്ലാ ലെവലിലുണ്ട്, സ്റ്റേറ്റ് ലെവലിലും സംസ്ഥാനത്തിൻ്റെ ഇതിലുമുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പക്ഷേ ഈ പറഞ്ഞ ഞങ്ങളിപ്പോൾ അത് എഴുതി തരാം. ആ സെക്ഷനൊക്കെ ഏത് സെക്ഷൻ പ്രകാരം എങ്ങനെ കൊടുക്കണം കേസ് എന്നുള്ളതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശവും എഴുതി തരാം. അത് പ്രകാരം പോയിക്കോളും. പോയിട്ട് ഇതിനെന്താന്ന് വെച്ചാൽ പരിഹാരം കണ്ടുപിടും. എന്തു പറയുന്നു അജികുമാർ? സമ്മതിച്ചോ? കാരണം അല്ലാതെ നിവർത്തിയില്ല. അപ്പോൾ അത് ശ്രീകുമാരി മനസ്സിലാക്കണം. എന്തിനാണ് ഈ കടുംപിടുത്തം എന്ന് മനസ്സിലാവുന്നില്ല. എത്ര ദുഷ്ടയാണെങ്കിലും അത് കാല് വയ്യാത്തൊരു ചേച്ചിയല്ലേ എന്നുള്ള ഒരു അനുകമ്പ വേണ്ടേ? അല്ല നിങ്ങൾ അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളാരും കാണുന്നില്ല. ദുഷ്ടത്തരം കാണിച്ചോ കാണിച്ചില്ലേ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല ദുഷ്ടത്തരം കാണിച്ചില്ലേന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് ഞാൻ പറയാൻ പാടില്ല. കാരണം ഞാൻ കാണാത്ത ഒരു ഭാഗം കേട്ടിട്ട് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പാടില്ല. ഞാൻ സ്നേഹിച്ച പയ്യനോടൊപ്പം ഇറങ്ങിപ്പോയിട്ടും അവിടെ പിന്നെ അടിയുണ്ടാക്കി അവൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയായപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്ന് അവളെ ആ പയ്യനെ തന്നെ കൂട്ടി യോജിപ്പിച്ച് കെട്ടിച്ചു കൊടുത്തു. അവൾക്ക് ചെയ്തു കൊടുത്ത നന്മ. അത്രയും ചെയ്തിട്ട്
നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും എന്നെ അടിച്ചങ്ങ് പുറത്താക്കി. അല്ല ഏതായാലും ഇതൊക്കെ അവർക്ക് ഞാൻ ഇന്ന് ഇങ്ങനെ അലയുന്നത്, വീട് വാടക വീട്ടിൽ കിടന്ന് അലയുന്നത്. ഉണ്ടായിട്ട് നമ്മൾ മാറി താമസം ഈ കുട്ടിയെ പേടിച്ചിട്ടാണ്. അല്ല ഇനിയിപ്പോ ഒരുമിച്ച് താമസിക്കുന്നതിൽ അല്ല ഇവര് പറഞ്ഞു അന്നൊരു കാര്യം ഇവര് പറഞ്ഞു, ഇവരൊരു വാടക വീട് എടുക്കാന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് റോഡ് വക്കായിരിക്കണം. ഒന്ന് ആവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടന്നു പോകാൻ പറ്റില്ല. റോഡ് ഒന്നില്ലെങ്കിൽ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും ഉള്ള ഒരു വഴിയായിരിക്കണം. അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു വീടായിരിക്കണം. കാരണം പുറത്തേക്ക് എടുത്തുകൊണ്ട് പോവുക ഓരോ തവണയും എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഒരു മുറിയെങ്കിലും അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള ഒരു മുറി വേണം. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വാടക എക്സ്പെൻസീവ് ആണ്. അത് ഈ കുട്ടീനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ചെറിയ കുട്ടീനെയും ഒക്കെ ഇട്ടിട്ട് ഇയാൾക്ക് ഒരുപാട് ദൂരേക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റില്ല. അടുത്ത് തന്നെ ജോലി കിട്ടുന്ന വിധത്തിലുള്ള അത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് ഒരു കുടുംബം നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു അനിയത്തി എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ആലോചിച്ച് ശ്രീകുമാരിയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത്. മനസ്സിലൊരു സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നടക്കും. ഇവിടെ അത് ഭയങ്കര സ്നേഹം ഉണ്ടോയെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഏതായാലും ആ കുട്ടി ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ചതുപോലും നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ആ കുട്ടി ചെയ്തിട്ടില്ല. കോടതി ലംഘിച്ചു എന്നുള്ളത് പോട്ടെ, അത് അന്ന് ഒരു ഓർഡർ കാണിച്ചു ആ കുട്ടിക്കും കൂടെ അവിടെ താമസിക്കാന്നുള്ളത്. പക്ഷേ എന്നും നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായാൽ ആർക്കായാലും പറ്റില്ല. ഈ കുട്ടി ദുഷ്ടയായാലും ആ കുട്ടി എന്തായാലും അടിപിടിയുള്ള വീട്ടിൽ ആരെങ്കിലും ഒരാൾ മാറിക്കൊടുത്തേ പറ്റൂ. മാത്രമല്ല വാക്കാലല്ല ദേഹോപദ്രവം അതാണ്. നടക്കുന്നത്. അപ്പൊ ശരി, ഇവര് മാറിക്കൊടുത്തു. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. ഏട്ടെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. നിങ്ങളൊരു പുരുഷനല്ലേ, അനിയത്തിമാരെ പറഞ്ഞ് നിലയ്ക്ക് നിർത്താൻ പറ്റണ്ടേ? ഇല്ലെങ്കിൽ വേണ്ട, ഈ കോടതി അവർ വേണ്ടതുപോലെ എല്ലാം ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അത് അങ്ങനെ തീരുമാനിക്കാം. ഒരാഴ്ച സമയം ഈ ഏട്ടന് കൊടുക്കുക. ഏട്ടൻ അനിയത്തിയോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തന്നെ വിൽക്കുന്നതാണ് നിങ്ങൾക്ക് 4 പേർക്കും നന്മ. ഇല്ലേ കിട്ടണ വിലയ്ക്ക് കൊടുത്തിട്ട് കിട്ടണ പൈസ മേടിച്ചിരിക്കേണ്ടി വരും. ആ ഒരു ഗതികേടിലേക്ക് പോണ്ടെന്നുണ്ടെങ്കിൽ ശ്രീകുമാരി ഈ വീട് വിൽക്കാൻ സമ്മതിക്കണം. ഇല്ലെങ്കിൽ ആ വീടിന് വില കെട്ടി ആ വില അല്ല ഒരു ഭാഗം ഈ ചേച്ചിക്ക് കൊടുക്കുക. നിങ്ങൾക്കൊന്നും ഇപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട, പിന്നെ കുറച്ചായിട്ട് തന്നോട്ടെ. ഈ ചേച്ചിക്കുള്ള ഭാഗം മാത്രം കൊടുക്കുക. അതുമാവാം. ഈ അച്ഛനെയും അമ്മയും അടക്കിയ സ്ഥലം എന്നുള്ള ഒരു സെൻറ്റിമെൻ്റൽ ഫീലിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഈ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് എത്രയോ അച്ഛനമ്മമാർ അവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ അടുത്ത് കിട്ടുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കിട്ടിയ ഒരു സ്ഥലമല്ലല്ലോ. നൂറ്റാണ്ടുകളും 1000 വർഷങ്ങളും ലക്ഷം വർഷങ്ങളുമായിട്ടുള്ള ഭൂമിയാണത്. അപ്പോൾ ആ സെൻറ്റിമെൻ്റൽ എനിക്ക് മനസ്സിലാവും. അച്ഛനും അമ്മയും സ്നേഹമുള്ള ഏത് കുട്ടിക്കും അത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിരന്തരം വേദനയും പ്രശ്നങ്ങളുമായിരിക്കും, സമാധാനം കിട്ടില്ല. ആ അച്ഛനമ്മയും ആഗ്രഹിക്കുന്നുണ്ടാവുമോ ഇതുപോലൊരു സന്ദർഭം? ഒരിക്കലും ആ അച്ഛനമ്മയും ആഗ്രഹിക്കില്ല നിങ്ങൾ മക്കൾ തമ്മിൽ ഇങ്ങനെ അടിപിടി ആവണം. ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആ മണ്ണിനടിയിൽ കിടക്കുന്ന ആ മണ്ണിൽ ജീവിച്ചുകൊണ്ട് ഇങ്ങനെ അടിപിടി കൂടുമ്പോൾ അവിടെ പിന്നെ എവിടെ അച്ഛനും അമ്മയോടുള്ള സ്നേഹം? സത്യത്തിൽ അച്ഛനും അമ്മയോടും സ്നേഹം ശ്രീകുമാരിക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. വയ്യാത്തൊരു ചേച്ചിയോട് ഇങ്ങനെ പെരുമാറില്ല. അപ്പൊ ആ അച്ഛനും അമ്മയും അടക്കിയ സ്ഥലം എന്ന് അവർ പറയുന്നതിൽ എന്താർത്ഥം? അപ്പൊ അതൊരു ന്യായമല്ല പറയുന്നത്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും നോക്കുക എന്ന് പറയുന്നത് സ്വത്തിന് വേണ്ടിയിട്ടാണോ? അപ്പൊ അവിടെ സ്വത്തിനോടാ സ്നേഹം, അച്ഛനും അമ്മയോടല്ല സ്നേഹം. ആ വീട് എനിക്ക് വേണം, അതിലിപ്പോൾ അച്ഛനും അമ്മയും നോക്കിയതുകൊണ്ട് എനിക്ക് ആ വീട് വേണം എന്ന് പറയുന്നത് ബാർഗൈനിങ് ആണ്. Am I right? വില പേശലാണ് ആ സ്നേഹത്തിന്. അവിടെ എവിടെ സ്നേഹം? ശ്രീകുമാരി പറയുന്ന ഒന്നിനോടും യോജിക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ ശ്രീകുമാരിയോട്. ഏതായാലും ഇവർ കോടതി പോട്ടെ അല്ലേ സർ? ഇനി വേറെ ഒന്നും നമുക്ക് പറയാനോ ചെയ്യാനോ? ആസ് എ ജുഡീഷ്യൽ മെമ്പർ, മൂത്ത സഹോദരനാണ്, നിങ്ങൾ വേണം ഇനീഷ്യേറ്റീവ് എടുക്കാൻ.
അവർക്ക് ഓടാനും ചാടാൻ കഴിയില്ല. അപ്പം ഭർത്താവുണ്ട്, അവരും ഓടും. പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ ആ അപ്രോച്ചിൽ നിന്ന് എനിക്ക് തോന്നിയത്, മാഡം നേരത്തെ പറഞ്ഞു, അത് ഒരു പാർട്ടിസനായിട്ട് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചിന്തിക്കുന്നു തോന്നി. ശ്രീകുമാരിയുടെ ഭാഗം മാത്രം ചിന്തിക്കുന്നു, അവളാണ് അച്ഛനെയും അമ്മയൊക്കെ നോക്കിയെന്ന് പറയുന്നു. ഇവർക്കാണെങ്കിൽ പറയുന്ന പോലെ കാലിന് അവശതയുള്ള സ്ത്രീയാണ്, അവർക്ക് നോക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ സെറ്റിലാക്കണം, തീർക്കണം, ഇത് നമ്മൾ കുഴപ്പം ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് ആ സ്ഥിതി, ഇവരുടെ സ്ഥിതി കൂടി പരിഗണിച്ചിട്ട് എന്തായാലും കൊടുക്കാതെ പറ്റില്ലല്ലോ, നിയമം അതാണല്ലോ. അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കളെല്ലാം മകളല്ല ഇവള് എന്നുള്ളൊരു വാദം നിങ്ങൾക്ക് മറ്റു 3 പേർക്ക് ഇല്ലല്ലോ. ആണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാ, മരിച്ചുപോയ അച്ഛൻ്റെ മകളല്ല ഇവളെന്നൊരു വാദം ഉണ്ടെങ്കിൽ ശരി, അവർക്ക് കിട്ടില്ല. ഇത് അതല്ലല്ലോ. ശ്രീകുമാരി അച്ഛനെ നോക്കിയിരുന്നു, അതുകൊണ്ട് ശ്രീകുമാരിക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഒരു കോടതി അംഗീകരിക്കില്ല, അത് നടക്കുകയില്ല. അപ്പം പ്രാക്ടിക്കൽ അപ്രോച്ച് മാഡം പറഞ്ഞതുപോലെ പ്രായോഗികമായി ചിന്തിക്കുക, എന്നിട്ട് പെട്ടെന്ന് തീർക്കുക. വെറുതെ നമ്മൾ ഈ ഒരു അച്ഛൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ നമ്മളാകെ 30,000 മണിക്കൂറാണ് ജീവിക്കുക ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ 10,000 മണിക്കൂർ നമ്മൾ ഉറങ്ങിത്തീർക്കും. പിന്നെ ഉള്ളത് 20,000 മണിക്കൂറുകളാണ്. ഈ മണിക്കൂറുകൾക്ക് വേണ്ടി നമ്മളെ അടിപിടി കൂടിയിട്ട് എന്തിനാ സമയം കളയുന്നത്? ഈ പറഞ്ഞ ഞങ്ങൾക്കൊന്നും ഒരു നഷ്ടവുമില്ല, ഞങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. ഇതൊന്നും കേൾക്കാൻ പറ്റില്ലെങ്കിൽ, സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർക്ക് കോടതിയിൽ പോയിട്ട് അതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. അതിന് വേണോ പോലീസും പട്ടാളമൊക്കെ വന്നിട്ട്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരിലെ തമ്മിൽ തല്ലുന്നേ, അത് നിർത്തിക്കൂടെ? ആ ഒരു പേരുദോഷം ഒഴിവാക്കിക്കൂടെ? അതിക്ക് പറ്റുന്നില്ലെങ്കിൽ ആ വിവരം അവരറിയിക്കുക. അവർ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് കത്ത് മാത്രം എഴുതിയാൽ മതി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് തീർത്ത് തരണം. ഞാൻ ഓർഡറാക്കിയിട്ടുണ്ട് പലതിലും കത്തിൻ്റെ പുറത്ത്. നമ്മൾ കോടതി ഇടപെടുന്നതിന് മുമ്പേ, കോടതി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഷായിട്ട് വരും. ഇപ്പോൾ പോലീസ് സഹായം വേണമെങ്കിൽ അത് കൊടുക്കും. പിന്നെ അവിടെ നടക്കുക ഈ ശ്രീകുമാരി പറഞ്ഞ മാതിരി എൻ്റെ അച്ഛൻ്റെ മണ്ണാണ് ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നെ ഈ ശ്രീകുമാരിക്ക് കഴിയുന്ന ശ്രീകുമാരിയോ ശ്രീകുമാരിയുടെ ഭർത്താവിനോ ചിലപ്പം ഈ പറയുന്ന പോലീസ് സ്റ്റേഷന് ഒരു പോലീസ് സ്റ്റേഷനാണ് ഉണ്ടാവുക. ഒരു പോലീസ് സ്റ്റേഷന് മാത്രമല്ല, അതിൻ്റെ മേലെ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, അതിൻ്റെ മേലെ DYSP ഉണ്ട്, അല്ലെങ്കിൽ ASP ഉണ്ട്, അതിൻ്റെ മേലെ അങ്ങനെ ഒരുപാട് ഹയർ അതോറിറ്റീസ് ഉണ്ട്. അവരൊന്നും ഈ പറയുന്ന പോലെ സ്വാധീനത്തിന് പണിയെടുക്കുന്ന ആളുകളൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തീർക്കാം നല്ല നിലക്ക്. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇക്കാര്യം മാത്രം മനസ്സിൽ വെച്ചിട്ട് അജി വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമാണിത്. അജി തീർക്കണം, അത്രേ ഞാൻ പറയുന്നു. കോടതി തീരുമാനിക്കുമ്പോൾ അത് അവസ്ഥകൾ എല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഷെയർ തീരുമാനിക്കുക. ഒരു കമ്മീഷണർ വിട്ട ഷെയറാണ് തീരുമാനിക്കുക. ഇന്ന ഷെയർ 4 ആക്കി ഭാഗിച്ചൊരു സ്കെച്ച് കൊടുക്കും. കോടതിയാണ് തീരുമാനിക്കുക, A എന്ന ഷെയർ ഇന്നയാൾക്ക്, B എന്ന ഷെയർ ഇന്നയാൾക്ക്, വീടിരിക്കുന്ന C എന്ന ഷെയർ ഇന്നയാൾക്ക്. അപ്പോൾ ഇവരുടെ അവസ്ഥകളോ ഈ കാര്യങ്ങളോ കൊണ്ട് കോടതിക്ക് അത് C എന്ന ഷെയർ ഇവർക്ക് കൊടുക്കാൻ ഒരു തടസ്സവും ഇല്ല. അഡ്വക്കേറ്റ് മെമ്പർ, എനിക്കൊരു കാര്യം പറയാനുള്ളത് അജിയോട്. അജി ശ്രീകുമാരിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. മാഡം പറഞ്ഞല്ലോ, ഈ ബോധ്യപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതായത് നിങ്ങൾ കോടതി കൂടെ ഇപ്പോൾ ഒരു ഭാഗ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കോടതി കൂടെ പോകുമ്പോൾ ഭാഗത്തിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരു മൺതരി ഉണ്ടെങ്കിൽ പോലും 4 അവകാശികൾ ഉണ്ടെങ്കിൽ ആ മൺതരിയെ 4 ആയിട്ട് തിരിക്കണം എന്നാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു അച്ഛനെ നോക്കി അമ്മയെ നോക്കി അവരുടെ ഡെഡ് ബോഡി അവിടെ ഉണ്ട്, ശ്രീകുമാരിക്ക് അത് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വീട്ടിൽ ശ്രീകുമാരിക്ക് ഒരു അവകാശം പറയാൻ പറ്റില്ല. നിങ്ങൾക്കും അതേപോലെ തന്നെ ഇവർക്കും അവകാശമുണ്ട്. അപ്പോൾ കോടതിയിൽ കൂടെ പോകുമ്പോഴേ ആദ്യം ഒരു ഡിഗ്രി പാസ്സാക്കും, അതൊക്കെ ഷെയറും തീരുമാനിക്കും. പിന്നെ ഒരു കമ്മീഷണറെ വെച്ചിട്ട് കോടതി അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു പൊതുലേലത്തിൻ്റെ കൂടെ വഴിയെ പോയില്ല എങ്കിൽ ഒരു കമ്മീഷണറെ വെച്ചിട്ട് അത് തിരിക്കുമ്പോഴേ കമ്മീഷണർ ഓരോ ഷെയർ തിരിച്ചിട്ട് അതിന് വില നിശ്ചയിക്കും. പിന്നെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് വീടിരിക്കുന്ന ഷെയർ ആർക്ക് കൊടുക്കണം. അതൊരിക്കലും ആസ് എ റൈറ്റ് അല്ലെങ്കിൽ അവകാശം എന്ന നിലയ്ക്ക് ശ്രീകുമാരിക്ക് തന്നെ കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഒരുപാട് ഘടകങ്ങൾ കണക്കിലെടുത്തിട്ട്
അവരുടെ അവശതകളോ അവർക്ക് മറ്റുള്ളവർക്ക് വീടുണ്ടെന്നുള്ള കാര്യങ്ങളോ ആ വീട്ടിൽ എത്ര കാലം താമസിച്ചിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് കോടതി തീരുമാനിക്കും വീടിരിക്കുന്ന ഷെയർ ആർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ശ്രീകുമാരിക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥയിൽ അത്രയും നാളുകൾ ശ്രീകുമാരിക്ക് ആകെ കഴിയെന്താ, കുറേ കാലം പിടിച്ചു നിന്ന് കുറേ കാലം കേസ് നീട്ടിക്കൊണ്ടുപോയി അവർക്ക് അത്രയും കാലം താമസിക്കാം ഇവരെ പുറത്ത് നിർത്തിയിട്ട്. അത്രയും നടക്കൂ. ബാങ്ക് ലോണുണ്ട്, അത് ജപ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ എന്നാണ് അവൾ പറയുന്നത്. അതുവരെ അവൾ താമസിക്കും. ഓ, അപ്പൊ അത് വളരെ വെൽ പ്ലാൻഡ് ആണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞായിരുന്നു. ഇവിടെ പറഞ്ഞിരുന്നു. ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ. എത്ര കടമുണ്ട്? 1.5 ലക്ഷം രൂപ എന്തോ. അത് ആർക്ക് വേണ്ടി എടുത്തതാ? ഇയാളെ രണ്ടാമത്തെ സഹോദര കെട്ടിച്ചയക്കാൻ വേണ്ടിട്ട്. സുജാതനെ കെട്ടിച്ചയക്കാൻ വേണ്ടി ലോൺ. അപ്പൊ അത് ജപ്തി അപ്പൊ ആർക്കും ഇല്ലാതെയെങ്കിലും അത് പോട്ടെ എന്നുള്ള. ഒരു കണ്ണു പോയാലും മറ്റവന്റെ 2 കണ്ണു പോണം എന്നുള്ള. അതിവിടെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ അദാലത്തിൽ ഇവിടെ പറഞ്ഞായിരുന്നു. മേഡം ചോദിക്കാൻ കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നു നമുക്ക്. അല്ല, അതിന് അറ്റാച്ച്മെന്റ് ഉണ്ടോ അതിന് വസ്തുവിന്? ഉടനെ ഉണ്ടാവുമെന്നാണ്. എന്നാ ഒരു കാര്യം പെട്ടെന്ന് നീ പറയുന്ന വായിച്ചിട്ട് കമ്മീഷൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പറയാ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു, ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുക്കുക. അന്നേരം അവരെ എതിർക്കും ഉറപ്പാ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഞങ്ങൾ തയ്യാറാണ്, വില കെട്ടിയിട്ട് കോടതി നിശ്ചയിക്കുന്ന വിലക്ക് ഞങ്ങൾ എടുക്കാൻ തയ്യാറാണെന്ന് പെറ്റീഷൻ കൊടുക്കൂ. അന്നേരം അവർ പറയും ഞങ്ങൾക്ക് വേണം. അപ്പം പിന്നെ കോടതി തീരുമാനിക്കും ആർക്ക് കൊടുക്കണം. അതാണ് നല്ലത്. അപ്പോൾ ഈ പാർട്ടീഷൻ ആക്കലൊന്നുമില്ല. കാരണം ആകെ 4 സെൻറ്റാണ് ഉള്ളത്, 5 സെൻറ്റ്. 4 ഓഹരി വെക്കാൻ 1.25 സെൻറ്റോണ്ട് എന്ത് ചെയ്യാനാ? അതെന്നെ പറഞ്ഞത്. അത് ബുദ്ധിയില്ലാത്ത ആളാണ് കോടതി. മുൻസിഫ് എന്ന് പറയുന്നവന് അയാൾക്കും ബുദ്ധി ഉണ്ടാവുമല്ലോ. 1.25 സെൻറ്റ് വലിയ റോഡ് സൈഡ് കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. റോഡ് സൈഡിലാണെങ്കിൽ മുനിസിപ്പൽ ഏരിയ ആണെങ്കിൽ റോഡിന്റെ 5 അടിയോളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെടുക്കാൻ പറ്റും? 1.25 സെന്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെ ഒരു ഇംപ്രാക്ടിക്കൽ പാർട്ടീഷന് ഒരു കോടതി ഓർഡറാക്കാൻ ആക്കുകയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ ഈ പെറ്റീഷൻ കൊടുക്കുക. അതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ശ്രീകുമാരിനെ, എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോവുക. സോഷ്യൽ വർക്ക് ഇത്രയും കാലം ഈ സഹോദരിമാരുടെ കാര്യത്തിൽ ഇടപെട്ടില്ല അല്ലേ? എന്തോ കാരണവശാലായിട്ട് ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇനി ഇങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് ഒരു മൂത്ത സഹോദരൻ എന്ന നിലയ്ക്ക് അജിത് കുമാറിൻ്റെ ആ ധാർമ്മിക ഉത്തരവാദിത്വം നിറവേറ്റുക, ശ്രീകുമാരി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. നമ്മൾ നിയമവശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ് നമുക്ക് മാനുഷിക വശങ്ങളെപ്പറ്റി കുറച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ടാണ്. കാരണം കുടുംബ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങളെല്ലാമാണ് വിലപ്പെട്ടത്. ഈ പറഞ്ഞ വസ്തുവകളൊക്കെ വരാൻ പോകാം. ഇപ്പം ഇനി ബലമായിട്ട് വാങ്ങിയാൽ പോലും അതൊന്നും നിലനിൽക്കണമെന്നില്ല. ഇനി ഒന്നുമില്ലാത്തവർ ഒരു ഭാവിയിൽ വേറെ ധാരാളം സമ്പത്തുണ്ടായെന്നും വരും. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് മാനുഷിക ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾക്ക് അതിന് മുൻഗണന കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നത് അജിത് കുമാർ ഒന്നുകൂടി ശ്രമിച്ച മാഡം പറഞ്ഞതുപോലെ ഈ ഒരാഴ്ചക്കുള്ളിൽ അതും ശ്രീകുമാരി പറഞ്ഞ് മനസ്സിലാക്കി, ഇതിൻ്റെ വരും വരായികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി രമ്യതയിൽ പോകാൻ നോക്കുക. പ്രത്യേകിച്ചും അജിത് കുമാരിയോടൊന്നും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാ സഹോദരിമാരോടും തുല്യമായിട്ടൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അവരൊരു അവശത അനുഭവിക്കുന്നതുകൊണ്ട് ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് കുറച്ചുകൂടി ആത്മശാന്തി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞത് കലഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെയും ആത്മാർത്ഥ ദുഃഖമുണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ആകാൻ വേണ്ടി പരിശ്രമിക്കുക. നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആര് തെറ്റ് ചെയ്തെങ്കിലും ആ കർമ്മത്തിന് ഒരു ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എല്ലാ സഹോദരിമാർക്കും. ഞാൻ ശ്രീകുമാരിയെ മാത്രം പറയുന്നില്ല, 3 പേരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വഴക്കും ബഹളത്തിൻ്റെ കാര്യമില്ല. നമ്മൾ ഈ നല്ല നിലയ്ക്ക് വിറ്റ് കാശെടുക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ ആർക്കും ഒന്നും ഇല്ലാതെ ഇപ്പോൾ. പിന്നെ നിയമവശങ്ങൾ ഞങ്ങൾ ഈ കുട്ടിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. അതുകൊണ്ട് പറ്റാവുന്ന അത്രയും അതിലേക്കൊന്നും പോവാതെ നല്ല നിലയ്ക്ക് ഇത് പരിഹരിക്കാൻ നിങ്ങളെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ചെയ്യും വേണം. അവരവരുടെ ജീവിതം സമാധാനമായി ജീവിക്കാനുള്ള ഇടവരട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും ഭഗവാനിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.